നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കാണണം. റെസിസ്റ്റൻസിൻ്റെ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററി ഇങ്ങനെ വെക്കുക, കറണ്ട് പോകുന്ന ബ്രാഞ്ചൊക്കെ നോക്കുക, അതൊക്കെ പരിഗണിക്കണം. അപ്പം എയിൽ നിന്ന് കറണ്ട് ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ കയറും, ഇവിടെയൊക്കെ കയറും, ഇവിടെയൊക്കെ കയറും. ഇവിടെ നോക്കൂ, ഇങ്ങനെ വന്നിട്ട് പിന്നെ കറണ്ട് ഇങ്ങനെ പോകില്ലല്ലോ. കാരണം കറണ്ടിന് പോകാനുള്ള എളുപ്പ വഴി ഇവിടെ ഉണ്ടല്ലോ, ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വെച്ചിട്ടില്ല, നേരെ കണക്ഷൻ. അപ്പോൾ ഇവിടെ ഈ 6 ഓമിലൂടെ കറണ്ട് ഉണ്ടാവില്ല. 6 ഓമിലൂടെ കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ അത് എടുക്കണ്ട, ബാക്കി എടുത്താൽ മതി. അപ്പോൾ ആ ബ്രാഞ്ച് അവിടെ നിന്ന് ഒഴിവാക്കി കളയുക, 6 ഓമിനെ. അത് ഒഴിവാക്കി കളഞ്ഞാൽ ഇനി ഭയങ്കര എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. 6 ഓം ഷോർട്ട് ചെയ്ത് നമ്മൾ അതിലൂടെ കറണ്ട് പോകില്ല. ബാക്കി കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ഈ 2ഉം പാരലൽ, അപ്പം 1 2/2 1. ആ 1ഉം ഈ 2ഉം സീരീസ്, അപ്പോൾ വീണ്ടും 1 3. ആ 3ഉം ഈ 3ഉം പാരലൽ, അപ്പോൾ 3 ഒരു ഐഡൻറ്റിക്കൽ ആൾക്കാർ പാരലൽ വന്നാൽ 3/2. ആ 3/2ഉം ഈ 3ഉം പാരലൽ, അപ്പോൾ 3/2 അതുപോലെ 3 ഇവർ പാരലൽ വന്നാൽ എന്താ ചെയ്യുക? 3/2 R1 R2 ഡിവൈഡഡ് ബൈ R1 + R2. അപ്പോൾ 3/2 + 3 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 9/2 ബൈ 3 + 9/2. ആൻസർ 1. യെസ്.